ഓൾ വെൽക്കം ടു മൈ ഹോം മൈ ലൈഫ്. മൈ ഹോം മൈ ലൈഫിൻ്റെ അടുത്തൊരു ഹോം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും രാവിലെ ഞാൻ ഈ ഒരു പൂവും ഇതിൻ്റെയൊക്കെ ഒരു മരവും ഞാനിങ്ങനെ ആസ്വദിക്കാറുണ്ട്. മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ എൻ്റെ ഒരു ടൈം ആണത്. ഞാൻ എൻ്റെ മുന്നത്തെ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ പവിഴമല്ലിയുടെ മരം. ഇത് രാത്രികളിലാണ് വിരിയുക, അപ്പോൾ നല്ല മണമായിരിക്കും. അതുപോലെ രാവിലെ ആകുമ്പോൾ ഇത് മൊത്തം കുഴിഞ്ഞ് താഴെ വീഴും. അപ്പോൾ ഇത് കാണാൻ നല്ല രസമാട്ടോ. രാവിലത്തെ എൻ്റെ ഒരു ടൈമാണത്. അതിൻ്റെ ഒരു കുരുവാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒരു തണ്ടിൽ രണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ഹാർട്ട് ഷേപ്പ് കാണും. അപ്പോൾ ഇതിങ്ങനെ പച്ച നിറമാണ്. ഇതിങ്ങനെ ഉണങ്ങണം, അവിടെ ഇരുന്ന് തന്നെ ഉണങ്ങണം. ഉണങ്ങി പാകമാവുന്ന രീതിയുണ്ട്. ഇതിപ്പോൾ ആകെ ഉണങ്ങിയിട്ട് ആകെ മൊത്തം കേടായിക്കുന്നതാണ്. അല്ലാതെ ഒരെണ്ണമുള്ളതേ ഇതുപോലെ പാകത്തിനൊരു ബ്രൗൺ കളറായിട്ടിരിക്കും. അതെടുത്ത് നട്ടുപിടിപ്പിച്ചാൽ തൈക്കളുണ്ടാവും എന്ന് പറയുന്നു. അതുപോലെ നല്ല മൂത്ത കൊമ്പെടുത്ത് പിടിപ്പിച്ചാൽ അതിൽ നിന്നിങ്ങനെ ശിഖരങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പവിഴമല്ലിയുടെ ചെടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് നട്ടുപിടിപ്പിച്ചോളൂ. നല്ല രസമുണ്ട്. പൂ കാണാനായിട്ട് മുല്ലപ്പൂ മാതിരി ഇരിക്കും. പക്ഷെ മുല്ലപ്പൂവിൻ്റെ മണമല്ല, ഒരു പ്രത്യേക വേറൊരു മണമാണ് കേട്ടോ. ഇത് വിരിയുമ്പോൾ ആ സമയത്ത് അവിടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലാണ് നല്ലൊരു സ്മെല്ലെന്ന് പറയുന്നത്. അപ്പം എനിക്കൊത്തിരി ഇഷ്ടം. ഇതിൻ്റെ തണ്ട് പിങ്ക് കളറാണ്. ഇത് കാണാൻ നല്ല രസമാണ്. അപ്പം രാവിലത്തെ സമയം ഞാൻ ഇതുപോലെയാണ് സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മൺചട്ടികൾ നമ്മൾ യൂസ് ചെയ്യണേക്ക് മുന്നേ അതിനെങ്ങനെയാണ് സീസണിങ് ചെയ്യണേന്ന്, അല്ലെങ്കിൽ എങ്ങനെ അത് ചെറുതായിട്ടൊന്ന് മൈക്കെടുത്ത് ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത്. എന്നിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ബ്ലാക്ക് കളറും പിന്നെ അതുപോലെ മണ്ണിൻ്റെ നിറത്തിലുള്ള ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെയിൻ സാമ്പാർ ഉണ്ടാക്കാനുള്ളൊരു ചട്ടി എന്നാണ് നമ്മൾ വാങ്ങിക്കുന്നിടത്ത് ചേച്ചി പറയുന്നത്. ഇത് നമുക്ക് എന്താ പറയുക, മീൻ കറിയോ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് അല്ലാതെയും ചെയ്യാം കേട്ടോ. അതിനകത്ത് ഉപ്പേരി ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം. പിന്നെ ഈ കുഞ്ഞീത് മൺചട്ടികൾ എന്ന് പറയുന്നത് ഞാൻ പഴകഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണതെന്ന് വളരെ ഈസിയാണ്. അതെങ്ങനെ റെഡി ആക്കണമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചോറെടുത്തു, ചോറ് കലത്തിലിട്ടു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് തൈരും വെള്ളവും കൂട്ടി ചേർക്കാം. ചിലവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മാത്രം, വെള്ളത്തിൽ ചോറ് ഇട്ട് രാത്രി ഇങ്ങനെ വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ തൈരും പിന്നെ അതുപോലെ ചുവന്നുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് വയ്ക്കും. അല്ലാതെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. തൈരും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊരു രാത്രി മൊത്തം ഫെർമെൻറ്റേഷന് വയ്ക്കാം. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമുക്ക് കഞ്ഞിയായിട്ട് കുടിക്കുക.
അപ്പോൾ നമുക്ക് പഴക്കഞ്ഞിക്കുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഉള്ളിയും അതുപോലെ നാടൻ പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം കൂടി കൂട്ടിച്ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പാകത്തിന് ഉപ്പിട്ടിട്ട് നമ്മുടെ പഴക്കഞ്ഞി റെഡി. ഇതിൻ്റെ കൂടെ നമുക്ക് ചമ്മന്തിപ്പൊടി, ചമ്മന്തി, ഉള്ളി ചമ്മന്തി, അല്ലെങ്കിൽ എന്താ പറയുക, ഏതെങ്കിലും ഉപ്പേരികൾ, ഒലത്തുകൾ, മീൻ വറുത്തത്, ബീഫ് റോസ്റ്റ്, എന്തും കൂട്ടി കഴിക്കാവുന്നൊരു സംഭവമാണ്. ഇനി ഒന്നുമില്ലെങ്കിലും പഴക്കഞ്ഞി മാത്രമായിട്ട് കഴിച്ചുകൊണ്ട് പോവാം. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പം സ്ഥിരം ഈ പഴക്കഞ്ഞി റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രത്യേകിച്ച് ഇപ്പം രാവിലെകളിലൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട്, എങ്കിലും ഉച്ചയാകുമ്പോഴേക്കും നല്ല ചൂടല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പഴക്കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് നല്ല എന്താ പറയുക, പ്രോബയോട്ടിക് ഫുഡുമാണ്. നല്ലൊരു പ്രോപ്പർ ഡൈജഷൻ നടക്കും. അതുപോലെ ഒരു തണുപ്പാണ് നമ്മുടെ ബോഡിക്കൊക്കെ കിട്ടുക. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതൊരു റാൻഡം ഷൂട്ടാണ്. ആഴ്ചകളിൽ നമ്മൾ H&Mലൊക്കെ പോയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോൾക്ക് +2 ആണല്ലോ, അപ്പോൾ അവർക്ക് ഫെയർവെൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫെയർവെല്ലിന് വേണ്ടി ഒരു കോട്ടും പാൻസും വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ബ്ലേസേഴ്സ് എന്ന് പറയും അതിന്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാൻ പോയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇത് നമ്മുടെ ലുലു മോളിലെ ടാക്കോ ബെൽസിൽ കയറി കഴിച്ചതാണ്. അപ്പോൾ ഈ കോട്ടും അതുപോലെ പാൻറ്റും ഇടാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയൊരു ഷൂ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ലുലു മോളിൽ നമ്മൾ മെട്രോയിൽ കയറി ഒരു നല്ലൊരു ഷൂ കണ്ടെത്തി. ഒരു 2 ഷൂ ഉണ്ടായിരുന്നു, അതൊരു കൺഫ്യൂഷനായിരുന്നു. എങ്കിലും അവസാനം നല്ല സോളുള്ള നല്ലൊരു ഷൂ കിട്ടി മെട്രോ എന്ന് പറഞ്ഞ കടയിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്